പത്തരമാറ്റിൻ്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദേവയാനി മുത്തശ്ശി ഇങ്ങനെ സംസാരിക്കുക. ഇവിടെ വന്ന കൊച്ചുമക്കളുടെ ഭാര്യമാർ കാരണം നമ്മുടെ ഈ വീടിന് എങ്ങനെ പോയാലും എന്തൊക്കെയോ നഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും വരാൻ പോകുന്നു എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് ജലജ പറയും, അല്ലെങ്കിൽ നമ്മുടെ കയറി വന്ന മരുമക്കൾ കാരണമാകും ഈ വീടിന് എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ മുത്തശ്ശി പറയും, അങ്ങനെയല്ല, നിൻ്റെ മരുമകൾ കാരണമായിരിക്കും, നിൻ്റെ മരുമകൾ കാരണം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, പകരം നവ്യ കാരണമായിരിക്കും ഈ വീടിന് പേരുദോഷം ഉണ്ടാകാൻ പോകുന്നു. അപ്പം ഇതെല്ലാം കേട്ടിട്ടും ഇങ്ങനെ, അതായത് വന്നു കയറിയ പെണ്ണ് ഇത്രയും പ്രശ്നമുണ്ടാക്കുന്നതിൻ്റെ കാരണമൊന്നും മനസ്സിലാകാതെ ഇരിക്കുകയാണ് രണ്ടുപേരും. അപ്പം സ്വന്തം അമ്മ പറഞ്ഞിട്ട് പോലും എന്താണ് ഇങ്ങനെയെല്ലാം ഈ പെണ്ണ് കാട്ടി കൂട്ടുന്നത് എന്നാണ് അവർ തമ്മിൽ സംസാരിക്കുന്നത്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, എനിക്ക് എന്തോ ഒരു പേടിയാകുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇവർ തമ്മിൽ ഈ സംസാരിക്കുന്നതെല്ലാം ആദർശും നയനെ അപ്പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പം ഈ മുത്തശ്ശിയോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ദേവയാനി അവിടെ നിന്ന് എണീറ്റ് പോയിട്ട് അപ്പോൾ ആദർശിനെ കാണുന്നുണ്ട്. ആദർശനോട് പറയുന്നുണ്ട്, നിൻ്റെ ഭാര്യ കാരണം അല്ലെങ്കിൽ വന്നു കയറിയവൾ കാരണമാണ് ഈ വീടിനെല്ലാം പ്രശ്നമുണ്ടാകുന്നത്. അപ്പോൾ ഇനി ഈ വീടിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും മുന്നോട്ട് പോകാൻ പോകുന്നതേ ഉള്ളൂ എന്ന് ആദർശനോട് പറഞ്ഞിട്ട് ദേവയാനി അങ്ങ് പോകുന്നു. തുടർന്ന് അപ്പം നയനെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുള്ള കാര്യം ആദർശന് അറിയാം. അപ്പം ആദർശം എന്നിട്ട് പറയും, നിൻ്റെ ചേച്ചി എന്താണ് ഈ കാട്ടി കൂട്ടുന്നത്? മറ്റുള്ളവർക്ക് തെറ്റെന്നുള്ള കാര്യം അവൾക്കെല്ലാം ശരിയാണ്. ഒന്നുമല്ലെങ്കിൽ അവളുടെ വയറ്റിലൊരു കുഞ്ഞുള്ളതല്ലേ, അവളുടെ വയറ്റിലുള്ള ആ കുഞ്ഞ് പുറത്ത് വന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞ് ഇത് തന്നെയല്ലേ കണ്ടു പഠിക്കുന്നത്. ഈ അമ്മയും അച്ഛനും കാണിക്കുന്നത് തന്നെ കണ്ടായിരിക്കും ആ കുഞ്ഞ് പഠിക്കാൻ പോകുന്നത്. ആ കുഞ്ഞിൻ്റെ അവസ്ഥ ഇനി എന്തായിരിക്കും? എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്തായാലും ഞാൻ ഇനിയിപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. മുത്തശ്ശനും മുത്തശ്ശിയും സങ്കടപ്പെടുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. എൻ്റെ അച്ഛനും അമ്മയും സങ്കടപ്പെടുന്നതിൻ്റെ ഇരട്ടിയാണ് എനിക്ക് എൻ്റെ മുത്തശ്ശനും സങ്കടപ്പെടുമ്പോൾ ഉണ്ടാകുന്നത്. നിനക്ക് പറ്റുമെങ്കിൽ നീ അവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. തുടർന്ന് നവ്യയെ മനസ്സിലാക്കാൻ വേണ്ടി നയന പോയിട്ട് ഈ വീട്ടിലെല്ലാവർക്കും തെറ്റാണെന്നുള്ള കാര്യം നിനക്ക് മാത്രം ശരിയാണെന്ന് തോന്നുന്നതിൻ്റെ കാര്യം എന്താണ്? ആദർശേട്ടൻ പോലും പറഞ്ഞ കാര്യങ്ങൾ നിനക്ക് തെറ്റാണെന്ന് തോന്നാൻ കാര്യം എന്താണ്? നിനക്കിപ്പോഴും അസൂയ. അപ്പോൾ ഇതെല്ലാം കേട്ട് നവ്യ പറയും, നിനക്ക് എന്നോട് അസൂയാണ്, ഈ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും അസൂയാണ്. ഞാൻ നല്ല രീതിയിൽ ഉയർന്നു വന്നു കഴിഞ്ഞാൽ ഈ വീട്ടിലെ പേര് എൻ്റെ പേരിൽ അറിയപ്പെടും എന്നുള്ളത് കൊണ്ടല്ലേ. അനന്തമൂർത്തിക്കായിരിക്കും ഏറ്റവും കൂടുതലും കുഴപ്പം. അനന്തമൂർത്തിന്നോ, നീ ഇങ്ങനെ നിന്ന് സംസാരിക്കരുത്. നീ കൂടുതൽ സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ താമസിക്കാതെ തന്നെ നീ ഈ വീട്ടിൽ നിന്ന് പുറത്താവും. അപ്പോൾ ഇതൊക്കെ കേട്ട് നവ്യ ഇങ്ങനെ സടപ്പെട്ട് നിൽക്കുന്നു. തുടർന്ന് നന്ദു അനിയോട് ഇങ്ങനെ ജോയിങ്ങിന് പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം നന്ദു അനിയോട് ഇങ്ങനെ ജോയിങ്ങിന് പോകുന്നു. അപ്പോൾ അനിയെ പറയുന്നുണ്ട്, എനിക്ക് വയ്യ, ഇനി നമുക്ക് തിരിച്ചു പോയാലോ എന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പകുതി വഴി എത്തുമ്പോൾ ഒരു കൂട്ടുകാരൻ വന്നിട്ട് ചേച്ചിയുടെ സീരിയലിൻ്റെ കാര്യം, ആടിൻ്റെ കാര്യം പറയും. നിൻ്റെ ചേച്ചി അഭിനയിച്ച ആട് കണ്ടു, എന്തായാലും നിൻ്റെ അമ്മ പറഞ്ഞിട്ട് വിട്ടതായിരിക്കും അല്ലേ ഇതിനൊക്കെ എന്ന് പറയും. അപ്പം നന്ദു പറയും, നീ കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട, വീട്ടിലിരിക്കുന്നവരെ പറ്റി നീ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ നിൻ്റെ മുഖത്തെൻ്റെ കൈ വീഴുമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ആ കൂട്ടുകാരനെ പറഞ്ഞു വിടുന്നു. അനി ഇതിനെപ്പറ്റി തിരക്കുന്നു. നീ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ പോകുന്നത്, നിൻ്റെ കൂടെ നടന്നു കഴിഞ്ഞാൽ എനിക്കും തല്ലുള്ളൂ എന്നൊക്കെ പറയുന്നു. അങ്ങനെ എങ്കിൽ നീ നിൻ്റെ വഴിക്ക് പൊക്കോ എന്നൊക്കെ പറഞ്ഞ് അനിയോട് വഴക്കുണ്ടാക്കുന്നു. തുടർന്ന് നന്ദു വീട്ടിൽ ചെല്ലുന്നുണ്ട്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് അമ്മയോട് ഈ കാര്യം പറയുന്നുണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നാട്ടുകാർ പറയുന്നത് കേട്ട് ഞാൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്ത് കളയും. എൻ്റെ മുഖത്ത് നോക്കി ആരെങ്കിലും എന്തെങ്കിലും പറയാമെന്ന് ചിലപ്പോൾ ഞാൻ അറിയാതെ തന്നെ പ്രതികരിച്ചു പോകും. അവൾ കാട്ടിക്കൂട്ടുന്നത് എന്താണെന്ന് അവൾക്ക് തന്നെ അറിയില്ല. ആരും എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും അവൾ നന്നാവാൻ പോകുന്നില്ല എന്ന് ഇതൊക്കെ കേട്ട് ഗോവിന്ദനും പറയുന്നു. തുടർന്ന് മുത്തശ്ശിയും ജലജയും ദേവയാനി എല്ലാവരും എല്ലാവരും ഇങ്ങനെ സംസാരിക്കുക. എൻ്റെ മോനൊരു തെറ്റ് പറ്റി, അവൾ കള്ളത്തരം പറഞ്ഞ് എൻ്റെ മോൻ്റെ തലയിൽ കൂടിയതാണ്, അല്ലാതെ വേറൊന്നും സംഭവമൊന്നുമല്ല. എങ്കിൽ നീ എന്തിനാ ചുമ്മാ ഇങ്ങനെ കള്ളം പറയുന്നത്? നിൻ്റെ മോൻ ആദർശന് വന്ന വലിയ വീട്ടിലെ ആലോചനയാണെന്നും പറഞ്ഞ് നീ നിൻ്റെ മോനൂടെ കളിച്ച കളിയല്ലേ, എന്തായാലും നീ അനുഭവിച്ചോ എന്ന് പറയുന്നു. അപ്പോൾ അവർ എങ്ങനെയെങ്കിലും ഈ ആടൊന്ന് അവസാനിപ്പിക്കണമെന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കാണ് ആദർശ് അവിടേക്ക് വരുന്നത്. അപ്പം നവ്യ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ആദർശ് ഇത് കേട്ടിട്ട് പറയും, പേടിക്കൊന്നും വേണ്ട, ഞാനൊരു 30 ലക്ഷം രൂപ കൊടുത്ത് ആ ആട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് കേട്ടുകൊണ്ട് നവ്യ അവിടെ നിൽപ്പുണ്ട്. നവ്യ പൊട്ടി അങ്ങ് തെറിക്കും. നിങ്ങളോട് ആര് പറഞ്ഞു ഈ ആട് ബ്ലോക്ക് ചെയ്യാൻ? ആരോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തത്? അപ്പം ഇത് കേട്ടിട്ട് ദേവയാനി പറയും, ഈ വീടിന് അപമാനം ഉണ്ടാകുന്ന രീതിയിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അല്ലാതെ നിന്നെപ്പോലൊരു പെണ്ണ് പറയുന്നത് കേട്ട് അത് വേണ്ട എന്നൊന്നും തീരുമാനം എടുക്കാൻ പറ്റില്ല. കൂടുതൽ ആൾക്കാർ കാണാതിരിക്കാൻ വേണ്ടി അത് ബ്ലോക്ക് ചെയ്തു. എന്നാലും അതിനെപ്പറ്റി അപ്പം നവ്യ ഇങ്ങനെ ഓരോന്നും ആവശ്യമില്ലാതെ ഓരോന്നൊക്കെ ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് നയന വരും, ചേച്ചിക്ക് എങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ സാധിക്കുന്നു? നമ്മളെ ഈ വീട്ടിൽ കയറിക്കൂടിയത് തന്നെ ആരുടെയോ പുണ്യം കൊണ്ടാണ്. ചേച്ചി ഇവിടെ എന്ത് കാട്ടിക്കൂട്ടിയാലും ആ അപമാനം ഈ വീട്ടിലുള്ളവർക്കും അനന്തപുരിക്കാർക്കുമാണ്. അതുകൊണ്ട് ചേച്ചി തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. നിനക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ലെന്നുണ്ടെങ്കിൽ നിൻ്റെ തലയിൽ എന്താണ്? നിനക്ക് വട്ടാണോ എന്നൊക്കെ ഇങ്ങനെ നയന ചോദിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ കലിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് നവ്യ പറയും, നിനക്കും എന്നോട് അസൂയാണ്, എല്ലാവർക്കും എന്നോട് അസൂയാണ്. അപ്പം നയനെ അവസാനം ഒരു പൊട്ടിത്തെറിയും പൊട്ടിത്തെറിക്കും. നീ കൂടുതൽ സംസാരിച്ചാൽ ചേച്ചിയാണോ അനിയത്തിയാണോ എന്നൊന്നും ഞാൻ നോക്കില്ല, എൻ്റെ കൈ നിൻ്റെ കവിളത്ത് വീഴും, അതുകൊണ്ട് കൂടുതൽ നീ സംസാരിക്കാൻ നിൽക്കരുത് എന്ന് പറയും. അപ്പോൾ ഇത് കേട്ടിട്ട് നവ്യക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ നവ്യ നേരെ അകത്തേക്ക് ചാടിക്കയറി പോകുന്നു.
അപ്പോൾ ഇത് കേട്ടിട്ട് ഇളയമ്മ ഒന്ന് ചോദിക്കും, ആ കൊള്ളാം, ഇങ്ങനെയൊരു മുഖം നയനയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് ചോദിക്കും. അപ്പോൾ ബാക്കിയുള്ളവർക്കെല്ലാം സന്തോഷമാവും ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് കണ്ടിട്ട്. അപ്പം പറയും, ഇത് അങ്ങനെയൊന്നും അല്ല, സാഹചര്യം കൊണ്ട് ആരായാലും പോകും, തെറ്റ് ആരുടെ ഭാഗത്താണെന്ന് നോക്കാതെ തെറ്റ് ചെയ്തത് തെറ്റാണെന്ന് സമ്മതിച്ച് അവരെ നേരെയാക്കാൻ ശ്രമിക്കുന്നത് ഒരു നല്ല കാര്യം തന്നെയാണെന്നൊക്കെ എന്ന് പറയുന്നു. അപ്പോൾ ആദർശം എല്ലാം ഇത് കണ്ടുകൊണ്ട് നിൽപ്പുണ്ട്. അപ്പം ഉടനെ ജലജ പറയും, ഇത് ചിലപ്പോൾ ചേച്ചിയുടെ അനിയത്തിയുടെയും ഡ്രാമയായിരിക്കുമെന്ന് പറയും. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് മുത്തശ്ശി പറയും, അങ്ങനെ ഡ്രാമ കളിക്കുന്നത് നീയും നിൻ്റെ മോനുമാണ്, അല്ലാതെ വേറെ ആരുമല്ല എന്ന് പറയുന്നു. തുടർന്ന് നവ്യ റൂമിൽ ചെന്നിട്ട് എല്ലാം തല്ലിപ്പൊളിക്കുന്നു. അതായത് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിയുന്നു, അതെല്ലാം എടുത്ത് താഴെ അടിക്കുന്നു. അവളൊരു പ്രാന്തിയെ പോലെ എന്തൊക്കെയോ കാണിക്കൂടുന്നു. ഇത് കണ്ടിട്ട് ജലജ അബി അവിടെ നിൽപ്പുണ്ട്. അവൾ ഈ കാണിച്ചത് റൂമിന് വെളിയിലായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവൾ വീട്ടിൽ നിന്ന് പുറത്തായേനെ എന്ന് പറയുന്നു. തുടർന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ ഇങ്ങനെ ഗത്യന്തരമില്ലാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയാണ്. അപ്പോൾ അബിയും ജലജ ഇതെല്ലാം കൂടെ കണ്ടുകൊണ്ട് സന്തോഷിക്കുകയാണ്. ഇനിയും ഇപ്പം കൂടുതലൊന്നും നോക്കേണ്ട കാര്യമില്ല, അവൾ തന്നെ പുറത്തായിക്കോളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അങ്ങനെ നവ്യ സങ്കടപ്പെട്ടിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. തുടർന്ന് എപ്പിസോഡുകൾ കാണുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണും വരെ ബൈ.